Jabir, please ഒന്ന് മനസ്സിലാക്ക്. നീ ഇങ്ങനെ immature ആയിട്ട് ബിഹേവ് ചെയ്യല്ലേ. Jabir, we are actually sorry to inform you that you have not been shortlisted as this role requires prior experience. Anyways, we wish you all the എൻ്റെ best. വീട്ടുകാരെ പറഞ്ഞിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. നീ ഇപ്പം അങ്ങനെ ഒരു ഡിസിഷൻ എടുത്താൽ പോലും അങ്ങനെ ഒരു നിലയിലല്ല നീയും ഞാനും. അതൊന്നും മനസ്സിലാക്കണം. കേൾക്കണ്ട. ഇന്ന് വൈകുന്നേരം ഒരു സമയം ഉണ്ടെങ്കിൽ ഇതിന്റെ പൈസ കിട്ടും. ഇവിടുന്ന് ചാവാനൊന്നും പോകുന്നില്ല. ചാവാനാണെങ്കിലേ ആ റോട്ടുമലേക്ക് എങ്ങനെ ഇറങ്ങി നിൽക്ക്, അവിടെ വല്ല പാണ്ടിരോലും കയറി ചത്തോളൂ. അല്ല നീ എന്താ ഇവിടെ? അത് ഞാനല്ലേ ചോദിക്കണ്ടേ? നീ ഇപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിപ്പോയത് എന്റെ കമ്പനിന്നാ. ഓ, അപ്പൊ നീ ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത്? അല്ല, നിനക്ക് 10 രൂപ സപ്ലി ഉണ്ടായിരുന്നല്ലോ, പിന്നെ എനിക്ക് ജോലി കിട്ടി. പോടാ. എന്താ മോനെ, ബോറടിച്ചിട്ടാണോ ചാടി ചാവാനൊക്കെ നോക്കുന്നേ? അല്ല, നിന്റെ കാവ്യം എന്ത് പറയുന്നത്? ഇപ്പൊ അടുത്തെങ്ങാനും വല്ല കെട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവോ? നിനക്കൊരു കാര്യം അറിയോ? ഇതുമ്പാടെ കൂട്ടിയിട്ട് 32ാമത്തെ ഇന്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. എവിടെ പോയാലും എക്സ്പീരിയൻസ് ഇല്ലാന്ന് പറഞ്ഞിട്ട് എന്നെ കൈയ്യ. ഞാനൊരു ഫ്രഷർ അല്ലേ, എനിക്ക് അതിലൊരു ജോലി എന്നാലല്ലേ എനിക്ക് ഒരു കൊല്ലത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റൂ. ഇതൊക്കെ ആരോട് പറയാനാ? 2 കൊല്ലം കാവ്യയുടെ കൂടെ ഒപ്പം ഉണ്ടാവാലോ എന്ന് വിചാരിച്ച ഞാൻ ഇല്ലാത്ത പണം കടം വാങ്ങി MBA ഒക്കെ ചേർന്ന്. അവസാനം അവളും പോയി. MBAയുടെ കടാണെങ്കിൽ തീർന്നിട്ടുമില്ല. നീ പറയുന്നൊക്കെ ശരിയാണ്. ഓക്കെ, ഞാൻ നിനക്കൊരു ഓപ്ഷൻ തരാം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോടുകൂടി നിനക്കൊരു കോഴ്സ് പഠിക്കാം. അതായത് HR കോഴ്സ്. ഇത് കംപ്ലീറ്റ്ലി പ്രൊജക്ട് ബേസിസ് ലേണിംഗ് ആണ്. ബേസിക്കലി പറയുകയാണെങ്കിൽ ഇവരൊരു ബിസിനസ് കൺസൾട്ടന്റ് ഫേം ആണ്. സോ അവർക്ക് വരുന്ന ക്ലയൻസിന്റെ പ്രൊജക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ തരാം. അപ്പോൾ നീ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നിനക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൂടി കിട്ടും. ഞാൻ നിനക്ക് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് തരാം, നീ ഒന്ന് എൻക്വയറി ചെയ്ത് നോക്ക്.